നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പാളയം ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തം അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. ഈ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് കസ്റ്റമേഴ്സ്, ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. വളരെ സമയോചിതമായ ഇടപെടൽ, അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം, വൻ ദുരന്തം ഒഴിവായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ആദ്യം തീ എവിടെ എന്നാണ് പടർന്നതെന്ന് കണ്ടെത്താനാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ തീയുടെ ഉറവിടം എവിടെയാണ്, എവിടെ നിന്ന് തീ തുടങ്ങി, അതൊരു എന്താണ് തീപിടുത്തത്തിന് പിന്നിലുള്ള പ്രധാന കാരണം എന്താണ് എന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് നൽകുമ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള പരിശോധന നടക്കുക. തുടർന്നുള്ള അന്വേഷണം നടക്കുന്നതും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:45 സംഭവം ഉണ്ടായത്. എന്തായാലും റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:45 വസ്ത്രാലയത്തിൽ തീ പടർന്നത്. കല്ലായി റോഡിലുള്ള ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. കോടികളുടെ നഷ്ടം ഉണ്ടായി എന്നാണ് നിലവിൽ കരുതുന്നത്. ആദ്യ നില, രണ്ടാമത്തെ നിലയൊക്കെ നിന്ന് കത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിഷു, റംസാൻ, പെരുന്നാൾ വിപണികൾ ലക്ഷ്യമാക്കി വലിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റോക്കുകൾ അടക്കം കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കോടികളുടെ നഷ്ടം ഉണ്ടായി എന്ന് തന്നെ വിലയിരുത്തപ്പെടുകയാണ്. ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ തീപിടിച്ച സംഭവത്തിൽ കോടികളുടെ നഷ്ടം ഉണ്ടായതായി കണക്കുകൂട്ടലുകൾ വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് മാറുകയാണ്. വിവാഹ സീസൺ കൂടിയാണ് ഇപ്പോൾ, അറിയാം നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വലിയ സ്റ്റോക്ക്, വൻ സ്റ്റോക്ക് തന്നെ ഷോറൂമിൽ ഉണ്ടായിരുന്നു എന്ന് ജീവനക്കാർ അടക്കം പ്രതികരിക്കുകയാണ്. റംസാൻ, ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങളുടെ വരവ് കൂടി കണക്കാക്കിയുള്ള സ്റ്റോക്ക് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു തീ പടർന്നു തുടങ്ങിയത്. ഇന്ന് രാവിലെ പുലർച്ചയോടെയാണ് ഇതിനെ പൂർണ്ണമായി അണയ്ക്കുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കാനായത്. എന്തായാലും സംഭവത്തിൽ ഫയർ ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്. ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ ഉടമകളായ സഞ്ജയ് കമ്മത്ത്, ഗോവിന്ദ് കമ്മത്ത് എന്നിവർ കോഴിക്കോട്ടേക്ക് ഇന്നെത്തും. അതിനുശേഷമാകും തീപിടുത്തത്തിലുണ്ടായ നഷ്ടം മാനേജ്മെന്റ് ഔദ്യോഗികമായി അറിയിക്കുക. അവർ വിലയിരുത്തിയ ശേഷം എത്രത്തോളം നഷ്ടമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മാത്രമല്ല, ഇത് ആദ്യമായിട്ടല്ല ഇതേ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. 2023 ഇതേ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അന്ന് 4 കോടിയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇത്തവണ നഷ്ടം ഇതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് കരുതുന്നത്. മുൻപ് തീപിടുത്തത്തിന് കാരണമായത് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഇത്തവണത്തെ കാരണം വിശദ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആ ഒരു കാരണത്തിൽ എന്താണ് തീപിടുത്തത്തിന് കാരണമായതെന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. വെഡിങ് സെക്ഷനിലെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിന്റെ ഭാഗത്ത് നിന്നുമാണ് തീ ആദ്യം പടർന്നതെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2023 സ്ഥാപനം നവീകരിച്ചതിനു ശേഷം ഫയർ അലാറവും ഫയർ ഫൈറ്റിംഗ് സംവിധാനവും സജ്ജീകരിച്ചിരുന്നു. അലാറം മുഴങ്ങിയിരുന്നെങ്കിലും മറ്റുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചോ എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. തീപിടുത്തത്തിൽ ആളപായം ഉണ്ടാകാത്തത് വലിയ രീതിയിലുള്ള ആശ്വാസമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആൾക്കാരുണ്ടായിരുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു ജീവന് പോലും പോറലേക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ പോറലേക്കാതെ രക്ഷിക്കാനായി എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ടെക്സ്റ്റൈൽസിന് 2-3 നിലകളിലേക്ക് തീ പടരുകയായിരുന്നു. തീ പടർന്ന ഉടനെ തന്നെ ജീവനക്കാരെയും അതുപോലെ തന്നെ ഉപഭോക്താക്കളെയും പുറത്തിറക്കാൻ സാധിച്ചു. കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. തുടർന്ന് മുകളിലത്തെ നിലയിലേക്ക് പടരുകയായിരുന്നു. 10,000 ചതുരശ്ര അടിയിലുള്ള കെട്ടിടത്തിന്റെ 3 നിലകളിലായാണ് തീ പിടിച്ചത്. തീ അണച്ചു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് അപകട കാരണം എന്ന് കണ്ടെത്താൻ കഴിയൂവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അടിക്കടി തീപിടുത്തം ഉണ്ടാകുമ്പോൾ സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. 2013 ഉണ്ടാകുന്നു, ഇപ്പോൾ 2026 ഉണ്ടാകുന്നു, അതേ കെട്ടിടത്തിൽ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടൊരു ദുരൂഹതയുണ്ടോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതൊരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. എന്തായാലും തീപിടുത്തത്തിന് കാരണം, അതിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമാകും. തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് വിശദമായി തന്നെ പരിശോധിക്കും. ഇക്കാര്യത്തിൽ വിദഗ്ധർ അഭിപ്രായം പറയേണ്ടതാണെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ RRTകളെ സജ്ജമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്തായാലും ജീവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീ അണച്ച് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അപകട കാരണം കണ്ടെത്താൻ കഴിയൂ. ലഭ്യമായ ഫയർ എഞ്ചിനുകളെ അടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് മന്ത്രി
പ്രതികരിച്ചു. അടിക്കടി തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും. വെഡിങ് സെക്ഷനിലെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച് ഗോഡൌണിന്റെ ഭാഗത്തു നിന്നുമാണ് തീ ആദ്യം ആളിപ്പടർന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്തായാലും അഗ്നിരക്ഷാ സേന യൂണിറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ എത്തുകയും പോലീസ് വാഹനങ്ങളും പാഞ്ഞെത്തുകയും ചെയ്തപ്പോൾ നഗരം അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിൽക്കുന്ന മണിക്കൂറുകളായിരുന്നു. തീപിടുത്തം ഉണ്ടായതിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം കൂടി ഏർപ്പെടുത്തി. ഇതോടെ കടുത്ത ആശങ്കയിലായിരുന്നു. മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു ആശങ്ക തന്നെ, അതായത് ഒരു വലിയൊരു സ്ഥാപനം നിന്ന് കത്തുകയാണ്, അപ്പോൾ ചുറ്റും മറ്റ് സ്ഥാപനങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറുകളോളം വലിയ രീതിയിലുള്ള ആശങ്കയാണ് നിലനിന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ജീവനക്കാരായ അത്തോളി സ്വദേശി എസ് സ്വാലിക്, പാലക്കാട് സ്വദേശി കെ നൌഫൽ എന്നിവരാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യം കണ്ട ദൃക്സാക്ഷികൾ. ആനിഹോൾ റോഡിലെ തട്ടുകടയിൽ ചായ കുടിക്കാൻ എത്തിയതായിരുന്നു ഇവർ. പെട്ടെന്നാണ് കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നത് ഈ യുവാക്കൾ കാണുന്നത്. 6:05 അഗ്നിരക്ഷാ സേന യൂണിറ്റിൽ വിളിച്ചറിയിച്ചു. ഇതിനിടെ തുണിത്തരങ്ങൾ വാങ്ങാൻ എത്തിയവരെയും കടയിലെ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ സാധിച്ചു. സുരക്ഷാ അലാം മുഴങ്ങിയതും ജീവനക്കാർക്ക് രക്ഷപ്പെടാൻ സഹായകരമായി. 6:25 അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റുകൾ പാഞ്ഞെത്തി. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കോണിയിൽ മുകളിലേക്ക് കയറി, പക്ഷേ കനത്ത ചൂട് കാരണം പിൻവാങ്ങേണ്ടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കല്ലായി റോഡിലുള്ള സ്ഥാപനത്തിന്റെ മുൻവശത്തു കൂടി അകത്ത് കയറി. അകത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും തീ മുൻഭാഗത്തേക്ക് പടരുന്നത് തടയാനായി വാതിലുകളെല്ലാം അടയ്ക്കുകയും ചെയ്തു ഇവർ. പിന്നാലെ ജോലിക്കെത്തിയ ജീവനക്കാരെല്ലാം സുരക്ഷിതമായി പുറത്തെത്തിയെന്ന് ഷോറൂം ജീവനക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്തു. KSEB ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി സമീപത്തെ കെട്ടിടങ്ങളെല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പോലീസ് കല്ലായി റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടഞ്ഞു. 7 മണിയോടെ തീ 1-ാം നിലയിലേക്ക് വ്യാപിച്ച് ആളിക്കത്താൻ തുടങ്ങി. കനത്ത പുക ചുറ്റും വ്യാപിച്ചു. പാനലുകൾ പൊട്ടിത്തെറിച്ച് ആനിഹോൾ റോഡിൽ വീഴാൻ തുടങ്ങി. ഇതോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മാറിപ്പോകുന്ന സാഹചര്യം, അതായത് സുരക്ഷിതമായിട്ട് അവർ അകലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. മാറി നിന്ന് വെള്ളം ചീറ്റിച്ചു. പരിസരത്തുണ്ടായിരുന്നവരെ പൂർണ്ണമായി പോലീസ് മാറ്റി. 3-ാം നിലയിൽ കയറി പാനലിലെ ചില്ല് പൊട്ടിക്കാൻ വീണ്ടും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ശ്രമിച്ചു. 7:45 തീ അല്പം കുറഞ്ഞു. എങ്കിലും പെട്ടെന്ന് വീണ്ടും തീ ആളിക്കത്തിയത് രക്ഷാപ്രവർത്തകരെ വലിയ രീതിയിലാണ് ഒന്ന് ആശങ്കയിലാഴ്ത്തിയത്. സ്ഥലത്ത് മേയർ ഒ സദാശിവൻ എത്തി, കളക്ടർ സ്നേഹിൽ കുമാർ എത്തി. മാത്രമല്ല, കളക്ടർ വിമാനത്താവളത്തിലെ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് യൂണിറ്റിനെ എത്തിക്കാൻ നിർദ്ദേശിച്ചു. എന്തായാലും 156 ജീവനക്കാരും 300-ലധികം ഉപയോക്താക്കളുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആശങ്കയായിരുന്നു ഈ തീപിടുത്തത്തോടനുബന്ധിച്ചുണ്ടായത്. മുകളിലത്തെ നിലകളിലുണ്ടായ അഗ്നിബാധയിൽ കോടികളുടെ തുണിത്തരങ്ങളാണ് കത്തി നശിച്ചത്. 156 ജീവനക്കാർ ഈ സമയം കെട്ടിടത്തിലുണ്ടായിരുന്നു. ഇരട്ടിയിലധികം ഉപയോക്താക്കളും ഉണ്ടായിരുന്നതായാണ് കണക്ക് കൂട്ടുന്നത്. ഇതിനിടയിൽ 2 വനിതാ ജീവനക്കാർ കുഴഞ്ഞു വീണു. അവർക്ക് ചികിത്സ നൽകി. 5 പേർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുകയുണ്ടായി.